കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളവാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ ഇനി നമുക്ക് തൊഴാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാം. എന്താണ് ഇന്നത്തെ അലങ്കാരം എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ആദ്യം നമ്മളെ ഗണപതിനെ തൊഴാം. കിഴക്ക് നടയിലുള്ള ഗണപതിനെ തൊഴുത് നേരെ ഇങ്ങനെ പോരാം. ഇങ്ങനെ പോകുന്ന ആ ഗോപുരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോഴേ അവിടെ ഇങ്ങനെ ഇന്ന് കുറച്ച് തിരക്കൊക്കെ കൂടുതലായല്ലോ. അപ്പോൾ എല്ലാവരും നേരെ കൊടിമരം വഴിയൊക്കെ വിട്ടിട്ട് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പോയി തൊഴുക. അങ്ങനെ വാതിൽപ്പടിയുടെ മുകളിൽ കയറുമ്പോൾ തന്നെ ശ്രീലകത്തെ വിളക്കിങ്ങനെ കാണുകയാണ്. വിളക്കിങ്ങനെ കണ്ടാൽ ആ വിഗ്രഹമൊക്കെ ഇങ്ങനെ കാണാം. വളരെ നല്ലൊരു പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷമാണ്. അപ്പോൾ അവിടെ അതിങ്ങനെ കണ്ട്, അപ്പോൾ നമ്മൾ എന്തായാലും ആ ഇടതുവശത്തേക്ക് നോക്കിയാൽ ആ മേൽപ്പത്തൂരിൻ്റെ ഇരുന്നിരുന്ന നാരായണി എഴുതിയിരുന്ന സ്ഥലം കാണാം. അവിടെ അദ്ദേഹത്തെ ഒന്ന് സ്മരിച്ചാൽ ആ ഒരു പുണ്യാവും. അതും കഴിഞ്ഞ് വലതുവശത്തേക്ക് നോക്കിയാൽ ആ തൂണ് കാണാം, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത, അതൊന്ന് തൊട്ട് തൊഴാം. അങ്ങനെ പതുക്കെ നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ആ ശ്രീലകത്തെ ആ ഇരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ്. ചമ്രം പടിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ചമ്രം പടിഞ്ഞ് ഇരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാം. കാൽവളകൾ ഇട്ടിട്ടുണ്ട്, കൈവളകളുണ്ട്, തോൾവളകളുണ്ട്, കാതിൽ ഇതുണ്ട്. മൊത്തത്തിൽ നന്നായിട്ടുള്ളൊരു പൊന്നുണ്ണിക്കണ്ണനാണ്. ഒരു 2 വയസ്സൊക്കെ തോന്നിക്കുള്ളൂ. ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. അത് അല്ല, ഇടത്തെ കാലിൻ്റെ തുടര മുകളിൽ ആ വെണ്ണച്ചെമ്പുണ്ട്. ആ വെണ്ണക്കലത്തിൻ്റെ മുകളിൽ വലത്തെ കൈ കൊണ്ട് വെണ്ണ വാരി കഴിക്കുകയാണ് കേട്ടോ. അമ്പാടിയിൽ എന്തൊക്കെ കുസൃതികളാണ്. ഇന്നിപ്പോൾ എവിടുന്ന കിട്ടിയാണോ? അമ്മ കൊടുത്തത് തന്നെയാണെന്ന് അറിയില്ല, യശോദാമ്മ കൊടുത്താണോ എന്നറിയില്ല, അതോ ഉറിയിന്ന് എടുത്തിട്ട് സുഖമായിട്ടിരുന്ന് കഴിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും നല്ലൊരു കാഴ്ചയാണ് കാണുന്നത്. ഒരു മിടുമിടുക്കനായ പൊന്നുണ്ണിക്കണ്ണൻ, വളരെ നല്ല ആ വെണ്ണ കഴിക്കുന്ന ആ ഒരു പുഞ്ചിരിയാണ്. അതായത് ഭക്തരെ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ കയ്യിൽ വെണ്ണ ഉണ്ട്, ആർക്കൊക്കെ വേണ്ടേ എന്ന് പറയുന്ന പോലെയാണ് ഇന്നത്തെ ആ ഒരു മുഖഭാവം. വളരെ നല്ല സന്തോഷമായിട്ടുള്ള ആ ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. ഇന്ന് പഞ്ചഗവ്യാടലും അതുപോലെ നവകാഭിഷേകവും, ഇനിയിപ്പോൾ ഈ 40 ദിവസവും ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഒരാളാണ്. പഴയം സുമേഷോദിക്കനാണ് ഇന്നത്തെ കളഭാലങ്കാരമൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല പൊന്നുണ്ണിക്കണ്ണനെ ചാർത്തി ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ആ ശ്രീലകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആ വിഗ്രഹത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുന്ന ആ രൂപം മനസ്സിലിങ്ങനെ ധ്യാനിക്കുക. നമ്മളിപ്പോൾ ആ ശ്രീകോവിലിൻ്റെ മുന്നിലാണ്, ആ മുന്നിൽ നിന്ന് നമ്മൾ തൊഴുകയാണ് എന്നുള്ളത് ഓരോ മനസ്സിലും അതായാൽ നമ്മൾ ഗുരുവായൂരെത്തി എന്നുള്ളതാണ്. എല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ആ ഗുരുവായൂരാണ്, ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് എന്നങ്ങോട്ട് ചിന്തിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ പ്രസാദം നമുക്ക് നമ്മിലേക്ക് എത്തും, ആ അനുഗ്രഹം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തൊഴുതോളൂ കേട്ടോ. ആ വെളുത്ത ഉണ്ടമാലയുണ്ട്, വെളുത്തതും ചുവന്നതുമായ താമരയും തെച്ചിപ്പൂവുണ്ട്, വെള്ളയുണ്ട്. അങ്ങനെ ഒരു ഉണ്ടമാലയും പിന്നെ തുളസിയും തെച്ചിയുമായിട്ടുള്ള ഒരു ഉണ്ടമാലയും, 2 ഉണ്ടമാലയുണ്ട് കഴുത്തിൽ. അതേപോലെ പീലി തിരിമുടി കെട്ടിയിട്ടുണ്ട്, കളഭം കൊണ്ടുള്ള പീലി ചാർത്തിയിട്ടുണ്ട്. നന്നായിട്ട് ആ സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. നല്ല അലങ്കാരമാണ് ഇന്ന് പഴയ സുമേഷോദിക്കൻ നടത്തിയിട്ടുള്ളത്. നന്നായിട്ട് തൊഴുതോളൂ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. കണ്ണനെ കണ്ടു നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഇനി നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ സപ്തമാതാക്കളെയൊക്കെ നോക്കി തൊഴുത് അങ്ങനെ ആ വിഘ്നേശ്വരൻ്റെ അടുത്തെത്താം. വിഘ്നേശ്വരൻ്റെ അടുത്തും അത് അലങ്കാരമൊക്കെ ആയിട്ട് ഇങ്ങനെ വിഘ്നേശ്വരൻ മാലയൊക്കെ ചാർത്തിയിട്ടാണ്. വിഘ്നേശ്വരനെ കണ്ടു തൊഴാം.
ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിയുടെ ഫോട്ടോയിലേക്ക് നോക്കിയാൽ അവിടെയുണ്ട് മാലയൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. തെച്ചിപ്പൂവും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാല ഉണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കുറച്ചിങ്ങോട്ട് വിട്ട് നിന്നിട്ട് എന്ന് പേത്തൊടാൻ കഴിയുള്ളൂ. നല്ല തിരക്കുണ്ട് അവിടെ. അപ്പോൾ ആ തിരുമേനിമാർ അത് അരക്കുന്നുണ്ട്. ചന്ദനം അരയ്ക്കുന്ന ആ ഭാഗത്തേക്ക് ഇങ്ങനെ നിന്നാൽ നന്നായിട്ട് സുഖമായിട്ട് നമുക്ക് ഏത്തടാം. ആർക്കും ബുദ്ധിമുട്ടില്ല. അപ്പോൾ വിഘ്നേശ്വരന് ഏത്തൊക്കെ ഇട്ട് നമ്മളിങ്ങനെ നേരെ പോരുമ്പോൾ ആ മേൽശാന്തിൽ അവിടെ നിന്ന് ആ പ്രസാദമൊക്കെ വാങ്ങാം. അർച്ചന പ്രസാദം വാങ്ങണവർക്ക് അങ്ങനെ വാങ്ങാം, അല്ലാത്തവർക്ക് അവിടെ നിന്ന് വാങ്ങാം. അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കുക. ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറയുക, എന്നിട്ടാണ് നമസ്കരിക്കുക. അപ്പോൾ അതും കഴിഞ്ഞാൽ നേരെ പിന്നിലേക്ക് നോക്കിയാൽ നമ്മുടെ അനന്തപത്മനാഭസ്വാമീനെ കാണാം. നല്ല വെളുത്ത മുല്ലമുട്ടുമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് തുളസിമാല ഇങ്ങനെ നിറയെ അലങ്കരിച്ചിട്ടുമുണ്ട് മുകളിൽ. നല്ല നല്ല അലങ്കാരമാണ് അനന്തപത്മനാഭസ്വാമിയുടെ അവിടെയും കണ്ട് തൊഴുത് ആ ഭാർഗവരാമനെയും ബലരാമനെയും കൽക്കിയും ഒക്കെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് ആ കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ആ മുരുകനെ കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് തൊഴാം. എന്നതാ വെറ്റിലമാല നിറച്ച് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ ഹനുമാൻ സ്വാമിയുടെ മുഖം കാണാനില്ലാത്ത അത്രയും വെറ്റിലമാലകളാണെന്ന്. എന്നാലും കുങ്കുമമൊക്കെ അവിടെ ഉണ്ട്. കുങ്കുമമൊക്കെ എടുത്ത് ഇങ്ങനെ തൊട്ട് ഇനി നമ്മൾ ഓവിൻ്റെ അവിടെയൊക്കെ നിന്ന് പ്രാർത്ഥിച്ച് ഓവ് കിടന്ന് ആ കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന നമ്മുടെ താമരക്കണ്ണനെ എടുത്ത് കാണാൻ പോവാം. താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. അവിടെ ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വന്നിട്ട് എവിടെയെന്ന് അറിയണില്ല. ഇപ്പോഴും ചില ആൾക്കാർക്ക് എവിടെയാണ് താമരക്കണ്ണൻ എന്ന് മനസ്സിലാവണില്ല. നമുക്ക് കാണുമ്പോൾ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ഇപ്പം എന്താ ചെയ്യുക. നമ്മൾ പറയുന്നുണ്ട് എല്ലാ ഭാഗത്തും ആ സൈഡിലാണെന്ന്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. അത് കഴിഞ്ഞ് ആ മണിക്കിണറൊക്കെ നോക്കിയാൽ അതും കണ്ടാൽ ഇനി നമ്മളെ കണ്ണൻ നൃത്തം ചെയ്യുന്ന നൃത്തറയിലേക്ക് നോക്കിയാൽ അവിടെ നൃത്തറയിൽ കളിക്കുകയാണ് എന്ന് ചിന്തിക്കുക. അവിടെ ആ കിടാവിളക്കുണ്ട്. അവിടെയും തൊഴുത് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ വരിക. ആ കുറൂരമ്മേ, നന്ദഗോപരി, നാരദനെ ഒക്കെ കൃഷ്ണനും രാധനെയൊക്കെ കണ്ടിങ്ങനെ നേരെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്ന പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. നേരെ ഇനി എടത്തരികത്തുകാവിൽ അമ്മയ്ക്ക് പോവാം. അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അവിടെയും ഉണ്ട്. തിരക്കില്ലാത്ത കുഴപ്പമൊന്നുമില്ല. തിരക്കുണ്ട്. ഈ സ്വാമിമാരുടെ തിരക്കാണ് കൂടുതൽ. അവിടെ ചെറിയ തള്ളൊക്കെ കിട്ടും. എന്നാലും വേണ്ടില്ല, അതിനെ അങ്ങനെ പോയിട്ട് അമ്മേനെ ഒന്ന് തൊഴുക. അവിടെ അതാ നല്ല പട്ടൊക്കെ ആയിട്ടാണ് നന്നായിട്ടുള്ള ആ ഒരു അലങ്കാരത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട് എടത്തരികത്തുകാവിലെ അമ്മ. അപ്പോൾ ആ അമ്മേനെ കണ്ടു തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മളിങ്ങോട്ട് പോരുമ്പോൾ കുറച്ചും കൂടിയാണ് പോയി കോണിൽ നിന്ന മമ്മിയൂരപ്പനെ കണ്ടു തൊഴാം. മമ്മിയൂരപ്പനെയും കണ്ട് തൊഴുത് നേരെ ഇങ്ങനെ വരുമ്പോൾ ആൾരൂപം വഴിപാട് നടത്തുന്നിടത്തൊക്കെ ആൾക്കാരുണ്ട്. അവിടെയൊക്കെ 10-20 ആളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് നേരത്തെ ഇങ്ങനെ വിട്ടിരുന്ന ഇതൊന്നും മാറ്റിയിട്ടില്ല. നേരെ കൊടിമരം വഴി വിടുമ്പോൾ അവിടെയൊക്കെ ഗ്രില്ല് വെച്ച് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കൂടെ അവിടെ ആൾക്കാർ എന്നിട്ട് മഞ്ചാടിയൊക്കെ വാരുന്നു. നമുക്കതിനെ പോയിട്ട് ഒന്നുകൂടി ആ ചമ്രം പടിഞ്ഞിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കണ്ട് തൊഴുതാ അത്രയും നല്ലത്. അങ്ങനെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴുത് നമുക്ക് നേരെ ഇങ്ങോട്ട് പോരുമ്പോൾ ആ കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴാം. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നാൽ അയ്യപ്പസ്വാമി അതാ നല്ല പുതിയ മുണ്ട് പോലത്തെ മുണ്ടാണ് ഒക്കെ ചാർത്തിയിട്ടുള്ള പട്ടിൻ്റെ തന്നെയാണ്. ഒക്കെ ചാർത്തി ഇങ്ങനെ ഇരിക്കണു. നല്ല ചന്ദനം കൊണ്ടുള്ള മുഖമൊക്കെ ഇട്ടിട്ട് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് നേരെ അങ്ങനെ ഒന്ന് വലം വെച്ച് പടിഞ്ഞാറ നടയിലെത്തിയിട്ട് പടിഞ്ഞാറ നടയിൽ നോക്കിയാൽ ദീപസ്തംഭവും കാണാം. അതുപോലെ
ആ കൊടിമരത്തിൻ്റെ മുകളിലത്തെ കണ്ണനെയും കാണാം. അങ്ങനെ കണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അപ്പോൾ കണ്ട് തൊഴുതു. എല്ലാവരും എൻ്റെ കൂടെ വന്ന് ഉച്ചപൂജ കണ്ടു തൊഴുതു കേട്ടോ. എല്ലാ